നിനക്ക് ഒരു പ്രോഡക്റ്റ് തരാൻ പോവാണേ. കണ്ടിട്ടുള്ളൊരു സാധനമാണ്, പക്ഷെ ഒരു വെറൈറ്റി സാധനം. ഓ ഇത് പൊളി. അതുള്ളല്ലോ. ഇത് മറ്റേ കണ്ണാടിയോ? കൊള്ളാം. നിനക്ക് വെച്ചപ്പം വേറെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, പക്ഷെ സംഭവം സീൻ സാധനം. ഫേസ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയിൽ ഇനി വരാൻ പോകുന്ന മേജർ ബ്രേക്ക് ത്രൂ വെർച്വൽ റിയാലിറ്റിയിലായിരിക്കും കൂടുതൽ ആളുകളും കരുതിയപ്പോൾ വളരെ ഇംപ്രസീവായ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ മെറ്റ കൊണ്ടുവന്നു. മെറ്റ റേബാൻ കമ്പനികളുടെ കൊളാബറേഷനിൽ പുറത്തിറക്കിയ മെറ്റ റേബാൻ സ്മാർട്ട് ഗ്ലാസ് ഒരു സാധാരണ സൺഗ്ലാസ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും വളരെ ഹൈടെക് ആയിട്ടുള്ള ഒരു കിടിലൻ പ്രോഡക്റ്റാണിത്. നിലവിൽ പുറത്തു വന്നിട്ടുള്ള സ്മാർട്ട് ഗ്ലാസുകളുടെ ഹിസ്റ്ററി നോക്കിയാൽ റേബാൻ സ്റ്റോറീസ് എന്ന ഒരു പ്രീവിയസ് മോഡൽ 2021 സെപ്റ്റംബറിൽ മെറ്റ ഇറക്കിയിരുന്നു. പിന്നീട് ഒക്ടോബർ 2023 നമ്മൾ ഈ കാണുന്ന മെറ്റ റേബാൻ ഗ്ലാസ് എന്ന അപ്ഡേറ്റഡ് വെർഷൻ ഇവർ പുറത്തിറക്കിയത്. ഇനി കുറച്ച് വർഷങ്ങൾ പുറകോട്ട് നോക്കിയാൽ, അതായത് 2014 ഗൂഗിൾ അവരുടെ ആദ്യ സ്മാർട്ട് ഗ്ലാസ് പുറത്തിറക്കി. ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേയുടെ സഹായത്തോടെ ഇൻഫർമേഷൻ ധരിക്കുന്ന ആളിനെ കാണാൻ കഴിയും. കൂടാതെ നാച്ചുറൽ ലാംഗ്വേജ് വോയിസ് കമാൻഡ്സ് വഴി ഇന്റർനെറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നതായിരുന്നു ഗൂഗിൾ ഗ്ലാസിന്റെ മറ്റൊരു പ്രത്യേകത. കാലത്തിന് ഒരുപാട് മുന്നേ സഞ്ചരിച്ച ഒരു പ്രോഡക്റ്റ് ആയിരുന്നു അത്. ആളുകൾ ഇത്രയും അഡ്വാൻസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ അന്ന് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് മാത്രമല്ല, ഉപയോഗിക്കാനുള്ള കംഫർട്ട് കുറവ്, പ്രോഡക്റ്റിന്റെ വല്ലാത്ത ഒരുതരം ലുക്കും, പിന്നെ അതിൻ്റെ അന്നത്തെ വിലയും ആളുകളുടെ ഇടയിൽ ഗൂഗിൾ ഗ്ലാസ് വാങ്ങാനുള്ള താല്പര്യം താരതമ്യേന കുറച്ചു. അതായത് 2014 90,000 രൂപയുടെ മുകളിലായിരുന്നു ആ പ്രോഡക്റ്റിന് അന്ന് വില വന്നിരുന്നത്. ചിലർക്കൊക്കെ ഗൂഗിൾ ഗ്ലാസ് ഫ്യൂച്ചറിസ്റ്റിക് ആയി തോന്നിയെങ്കിലും ചിലർക്ക് അതൊരു ഇൻകംപ്ലീറ്റ് പീസ് ഓഫ് ടെക് ആയിട്ടാണ് അന്ന് അനുഭവപ്പെട്ടിരുന്നത്. ടെക് ജയൻസിന്റെ കാര്യം പറയുമ്പോൾ ആപ്പിളും അവരുടെ വിഷൻ പ്രോയും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. മാർക്കറ്റിൽ ഒരു കുതിപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യുമെന്ന് കരുതി ഇറക്കിയതായിരുന്നു ആപ്പിൾ വിഷൻ പ്രോ. ഫീച്ചേഴ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നെങ്കിലും ആളുകൾക്ക് യൂസ് ചെയ്യാൻ പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നതുകൊണ്ട് തന്നെ ആപ്പിൾ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് വിഷൻ പ്രോ എത്തിയില്ല എന്നുള്ളതാണ് സത്യം. ഇനി ടെക് ജയൻസിനെ നമുക്കൊന്ന് മാറ്റി നിർത്താം. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ഒരു കിഡിലൻ സ്മാർട്ട് വെയറബിൾ ഗ്ലാസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള നിമോ പ്ലാനറ്റ് എന്ന സ്റ്റാർട്ടപ്പാണ് നിമോ എന്ന കമ്പ്യൂട്ടർ സ്മാർട്ട് ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രൊഡക്ടിവിറ്റി മുൻനിർത്തി നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിന് തുല്യമായ എക്സ്പീരിയൻസ് വെറും ഒരു കണ്ണാടിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. മാർക്കറ്റിൽ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും മെറ്റ റേബാൻ സ്മാർട്ട് ഗ്ലാസ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. സ്ഫടികത്തിലെ ലാലേട്ടൻ്റെ സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്ന റേബാൻ എന്ന ബ്രാൻഡ് വർഷങ്ങളായി നമ്മൾ കണ്ടുവന്നിട്ടുള്ള റേബാൻ ഗ്ലാസ്. ഈ ഒരു ഐക്കോണിക് പ്രോഡക്റ്റിനെ ടെക്നോളജിയിൽ മുക്കിപ്പൊക്കിയതുപോലെയാണ് സത്യത്തിൽ റേബാൻ മെറ്റ സ്മാർട്ട് ഗ്ലാസ് പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് ടെക്നോളജി കുത്തി നിറച്ച ഒരു സംഗതിയാണെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു കാര്യത്തിലാണ് മെറ്റ റേബാൻ ഗ്ലാസ് മറ്റ് ഗ്ലാസുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നിന്നത്. ഗൂഗിൾ ഗ്ലാസിൽ ഡിസ്പ്ലേ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തിയിരുന്നപ്പോൾ മെറ്റ റേബാൻ ഗ്ലാസ് ഒരു വ്യത്യസ്ത പാതയാണ് പിന്തുടരുന്നത്. ഡിസ്പ്ലേ എന്നത് പൂർണ്ണമായും ഒഴിവാക്കി നമ്മൾ വർഷങ്ങളായി കണ്ടുവന്നിരുന്ന അതേ ഫോം ഫാക്ടറിൽ ഒരു സ്മാർട്ട് ഗ്ലാസ് വെച്ചിരിക്കുന്നതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാത്ത രീതിയിൽ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് അവരിറക്കി. ക്ലാസിക് ലുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ അഡ്വാൻസ് ടെക്നോളജി കുത്തിനിറച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫാഷനും ടെക്നോളജിയും സീംലെസ് ആയി എങ്ങനെ കൂട്ടിയോജിപ്പിക്കാം എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു ഗ്ലാസ്. ഹെഡ് ലൈനർ, വേഫെയറർ എന്നീ 2 മോഡൽസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പല കളർ വേരിയൻസും അവൈലബിൾ ആണ്. നിലവിൽ നമ്മുടെ നാട്ടിൽ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ കഴിയില്ല. ഇതിൻ്റെ കയ്യിൽ കിട്ടിയതിൻ്റെ പുറകിൽ ഒരു കഥയുണ്ട്. സ്റ്റോറി ടൈം. കുടുംബത്തുള്ള ന്യൂജൻ പിള്ളേരെല്ലാം കാനഡയിലോട്ട് പോയതിൻ്റെ ഗുണം. എപ്പോൾ വീഡിയോ കോൾ ചെയ്താലും ചേട്ടൻ എന്ത് വേണം എന്ന് ചോദിക്കുന്ന എൻ്റെ സ്വന്തം അനിയൻ ബാസ്കു. ചാനൽ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർ ബാസ്കുവിനെ മറക്കാൻ സാധ്യതയില്ല. അങ്ങനെ അവനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു മെറ്റ റേബാൻ സ്മാർട്ട് ഗ്ലാസ് വേണമെന്ന്. റേബാൻ വെബ്സൈറ്റ് നോക്കുമ്പോൾ സാധനം എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോഴാണ് രക്ഷകയായിട്ട് എൻ്റെ അനിയത്തി അവതരിച്ചത് മേഘ. അവൾ സൺഗ്ലാസ് ഹട്ടിൽ പാർട്ട് ടൈം വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അവളുടെ ഹെൽപ്പോട് കൂടി സാധനം നമ്മൾ സെറ്റാക്കി. അപ്പോഴും ഒരു സങ്കടം ഉണ്ടായിരുന്നു, ട്രാൻസിഷൻ ഗ്ലാസ് ഉള്ള വേരിയൻറ്റ് ഓർഡർ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ശേഷം നാട്ടിലേക്ക് പോകുന്ന എൻ്റെ ചേച്ചിയും വെളിയിലും സാധനം നേരെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ കാനഡക്കാർക്കെല്ലാം സ്നേഹം നിറഞ്ഞ നന്ദി. കഥ കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് റിവ്യൂവിലേക്ക് വരാം. അപ്പോൾ പ്രോഡക്റ്റ് സ്പെക്കിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതാണ് ഈ ഒരു ഗ്ലാസ് വരുന്ന കേസ്. ഒരുപാട് ബൾക്കിയൊന്നും അല്ലാത്തൊരു കേസാണ്. നല്ല ലൈറ്റ് ബ്രൗൺ കളറാണിത്. പിന്നെ താഴെയായിട്ട് ഒരു ടൈപ്പ് സി പോർട്ടും ഒരു പെയർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഗ്ലാസിനെ ക്വാൽകോമിൻ്റെ AR1 Gen 1 പ്ലാറ്റ്ഫോമാണ് പവർ ചെയ്യുന്നത്. പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സർ ഓവറാണെന്ന് തോന്നുമെങ്കിലും ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ കൂടുതൽ ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ മെറ്റയ്ക്ക് ഈ ഒരു പ്രോസസ്സർ യൂസ് ചെയ്തുകൊണ്ട് സാധിക്കും. IPX4 വാട്ടർ റെസിസ്റ്റൻസും മെറ്റ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ മഴയത്തൊക്കെ വെച്ചാലും വേറെ പഠിച്ചാലും ഒന്നും ഇതിന് വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല.
48 ഗ്രാംസ് ആണ് ഈ ഗ്ലാസിൻ്റെ വെയിറ്റ് വരുന്നത്. ഇത് വെച്ച് നടക്കുമ്പോൾ നമുക്കങ്ങനെ ഹെവി ആയിട്ട് തോന്നുന്നില്ല. ഒരു നോർമൽ സൺഗ്ലാസ് വെക്കുന്ന ഒരു ഫീലൊക്കെ തന്നെയാണ് എനിക്കും തോന്നിയത്. ഇതിലൊരു 12 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ് മെറ്റ നൽകിയിരിക്കുന്നത്. 1920x1440 ആണ് റെസൊല്യൂഷൻ വരുന്നത്. പിന്നെ 154 mAh ബാറ്ററി കപ്പാസിറ്റിയുമാണ് ഈ പ്രോഡക്റ്റിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു കേസ് ഉപയോഗിച്ചാൽ നമുക്ക് ഈ ഗ്ലാസ് 8 തവണ വരെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. നോർമൽ യൂസിൽ 4 മണിക്കൂർ വരെയാണ് ഗ്ലാസിന് ബാക്കപ്പ് ലഭിക്കുന്നത്. ഗ്ലാസ് ഫുള്ളി ചാർജ് ആകാൻ 75 മിനിറ്റ് എടുക്കും. അതുകൂടാതെ 22 മിനിറ്റിൽ നമുക്ക് 50% വരെ ഈ ഒരു കേസ് ഉപയോഗിച്ച് ക്വിക്ക് ചാർജ് ചെയ്യാനും കഴിയും. ഇനി ഈ കേസ് ഫുള്ളി ചാർജ് ആകാൻ വേണ്ടത് 3.5 മണിക്കൂറാണ്. ഒരു തവണ ഇത് ഫുള്ളി ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 32 മണിക്കൂറോളം ടോട്ടൽ ബാക്കപ്പ് നമ്മുടെ സ്മാർട്ട് ഗ്ലാസ്സിൽ ലഭിക്കുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ഡൈനാമിക് റേഞ്ചുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല വീഡിയോയുടെ സ്റ്റെബിലൈസേഷനും അത്യുഗ്രനെന്ന് തന്നെ പറയാം. നമ്മൾ വീഡിയോ എടുത്ത ഉടനെ തന്നെ ഇത് ഫോണിലെ മെറ്റാ വ്യൂ ആപ്പിലേക്ക് സിങ്ക് ആകാൻ തുടങ്ങും. സിങ്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്ലേ ബാക്ക് കാണാം. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ വീഡിയോ ഷെയ്ക്ക് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സിങ്ക് ആയ ശേഷമാണ് വീഡിയോ പ്രോസസ്സ് ആവുന്നതും സ്റ്റെബിലൈസേഷൻ അപ്ലൈ ചെയ്യുന്നതും. അപ്പോൾ പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല സ്മൂത്തും സ്റ്റേബിളായിട്ടുള്ള നല്ല അടിപൊളി വിഷ്വൽസും നമുക്ക് ആ ആപ്പിലൂടെ കാണാൻ കഴിയും. 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ട് ഇതിന്. അതായത് 22,000 ഫോട്ടോസ് വരെ ഇതിൽ സ്റ്റോർ ചെയ്യാമെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ 160 മിനിറ്റ്സ് വരെ ഡ്യൂറേഷനുള്ള അത്രയും വീഡിയോസ് റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിലുള്ളത്. ഇനി അത് മാത്രമല്ല കേട്ടോ, ഡയറക്റ്റ് ലൈവ് സ്ട്രീമിംഗ് കേപ്പബിലിറ്റീസും ഉണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നീ മെറ്റയുടെ തന്നെ പ്ലാറ്റ്ഫോമുകളിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി സ്ട്രീം ചെയ്യാൻ കഴിയും. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ മുന്നിലുള്ളവരെ അറിയിക്കാനായിട്ട് ഇതിൻ്റെ സൈഡിലായിട്ടൊരു LED ഉണ്ട്. അപ്പോൾ അതൊരു പബ്ലിക്കിനൊരു അവയർനെസ് ആണ്. ഇതിനൊരു പ്രൈവസി പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് എതിരെ നിൽക്കുന്നവരെ അറിയിക്കാനായിട്ട് ഇവർ കൊണ്ടുവന്നേക്കുന്ന ഒരു ഫീച്ചറാണ്. എന്നാൽ നമ്മൾ വിചാരിക്കും ഇത് വല്ല സെല്ലോ ടേപ്പൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പൊക്കെ എടുത്ത് ഒട്ടിച്ച് മറയ്ക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഈ സാധനം മറയ്ക്കാൻ പറ്റത്തില്ല. നമ്മളിത് മറച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിവൈസ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും. ഇനി പറയാനുള്ളത് ഈ ഒരു സാധനത്തിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ് കേട്ടോ. വളരെ മികച്ചതെന്ന് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ഹെഡ്ഫോൺ ഉപയോഗിച്ച് ശീലിച്ചവർക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് നൽകും ഈ ഒരു സ്മാർട്ട് ഗ്ലാസ്. ഹെഡ്ഫോണുകളിലെ പോലെ ബേസ് ഒന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ നല്ല റിച്ച് ആയിട്ടുള്ള ലോസ് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓഡിയോ ലെവൽ നോക്കിയാൽ നല്ല ലൗഡാണെന്ന് പറയാം. മാത്രമല്ല ചെവി കവർ ആകാത്തതുകൊണ്ട് തന്നെ സറൗണ്ടിങ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കഴിയും. പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുമ്പോഴുള്ള സിറ്റുവേഷനിലൊക്കെ. ഇനി ഓഡിയോ ലീക്കേജിൻ്റെ കാര്യം പറയാം. ഇതിൽ നമ്മളൊരു 50% വോളിയത്തിൽ മീഡിയ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ഒരു അടഞ്ഞ റൂമാണ്, സൗണ്ടൊന്നും ഇല്ലാത്ത റൂമാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കും. പക്ഷേ നമ്മളൊരു പബ്ലിക് സ്പേസിലാണ് നിൽക്കുന്നത്, ഓപ്പൺ സ്പേസിലാണെന്നുണ്ടെങ്കിൽ ആരും തിരിച്ചറിയത്തില്ല ഇതിൽ നമ്മൾ മീഡിയ പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി ഒരു 60% എബവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വോളിയം കൂടും തോറും അടുത്ത് നിൽക്കുന്നവർക്ക് ചെറുതായിട്ട് മനസ്സിലായി തുടങ്ങും നമ്മൾ എന്തോ ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. പിന്നെ ഇതിനെടുത്ത് പറയേണ്ടത് കൺട്രോൾസ് ആണ്. ഞാൻ മുമ്പേ ഫോട്ടോ എടുത്തപ്പോൾ കണ്ടല്ലോ, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് സിംഗിൾ പ്രസ് ചെയ്താൽ ഷട്ടർ ബട്ടണാണ്, ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. അതുപോലെ ലോങ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് കസ്റ്റമൈസബിൾ ആണ് കേട്ടോ. നമുക്ക് ആപ്പിൽ കയറി കഴിഞ്ഞാൽ മാറ്റണമെങ്കിൽ മാറ്റാം. അതുകൂടാതെ ഇതിൻ്റെ സൈഡിൽ ജെസ്ചർ കൺട്രോൾസ് ഉണ്ട്. നമുക്ക് കോൾസ് വരുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാനും ഡിക്ലൈൻ ചെയ്യാനും ഒക്കെ പറ്റും. നൈസാണ്. ഇങ്ങനെ ടാപ്പ് ചെയ്താൽ മതി ഈ സൈഡിൽ. അതുപോലെ ഈ സൈഡിൽ നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു ഫിസിക്കൽ ബട്ടൺ ഉണ്ട്. ഇത് ഇൻ കേസ് എന്തെങ്കിലും ഹാങ് ആവുമോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് വെച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഞാനിത് ഒരു 3 മാസത്തോളമായിട്ട് യൂസ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇതിൽ ആകെ ഹാങ് ആയി എന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരു തവണ റെസ്പോൺസീവ് അല്ല, അതായത് മീഡിയ പ്ലേ ചെയ്യുമ്പം മീഡിയ പ്ലേ ബാക്ക് കേൾക്കാൻ മേലാത്തൊരു സിറ്റുവേഷൻ വന്നായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ യൂട്യൂബിലൊക്കെ കയറി നോക്കിയത് ഇത് എങ്ങനെയാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഇത് റീസ്റ്റാർട്ട് ചെയ്തു. ഈ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഷട്ടർ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുമ്പം ഇവിടെ ഒരു LED ഇൻഡിക്കേഷൻ ഉണ്ട്. അത് ബ്ലിങ്ക് ചെയ്തിട്ടാണ് ഈ ഡിവൈസ് റീസ്റ്റാർട്ടായി വരുന്നത്. ഇനി എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് എടുത്തു പറയണം, അങ്ങനെ ഒരു സംഗതി ഇതിലുണ്ട്. ഇതിലെ മൈക്രോഫോൺ സെറ്റപ്പാണ്. 5 മൈക്ക് അറേ പ്ലസ് സ്പേഷ്യൽ ഓഡിയോ ക്യാപ്ചർ സെറ്റപ്പാണ് മെറ്റ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് വളരെ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ആണ്. നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഈ കണ്ണാടി ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത വിഷ്വൽസ് വീണ്ടും പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ ഈ കണ്ണാടി ധരിച്ചുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഓഡിയോ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയ പോലത്തെ ഒരു ഫീലൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ എനിക്കിത് പല എക്സ്പീരിയൻസിൽ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ പോയി ഡ്രോൺ ഫ്ലൈ ചെയ്ത ഷോട്ട്സൊക്കെ ഉണ്ട്. കറക്റ്റ് നമ്മൾ ആ ഡ്രോൺ തിരിച്ചിറക്കുമ്പോൾ ഉള്ള ഫീലൊക്കെ നമുക്ക് ഈ ഒരു സാധനത്തിൽ നിന്ന് കിട്ടും. അത് മാത്രമല്ല കോൾ ക്വാളിറ്റി നോക്കിയാലും നമ്മുടെ കോളിൽ അപ്പുറത്ത് സംസാരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും തോന്നത്തില്ല. ഈവൻ ഇത് സ്കൂട്ടർ ഓടിക്കുമ്പോൾ ഞാൻ ഹെൽമെറ്റിനിടയിൽ കൂടെ വെച്ചിട്ട് കാറ്റടിക്കുന്ന എൻവയോൺമെൻറ്റിൽ വരെ ഉപയോഗിച്ചു, എന്നിട്ടും യാതൊരു പ്രശ്നവും തോന്നിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഒരു
5 മൈക്ക് അറയാണ് ഇവരിതിൽ കൊണ്ടുവന്നേക്കുന്നത്. അത് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. ഇനി അത് മാത്രമല്ല, ഈ ലൗഡായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ പോലും നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു മെറ്റാ എയും ഇതിൽ വർക്കാവും ഈ ഒരു മൈക്കിൻ്റെ ഹെൽപ്പോടുകൂടി. അതായത് എത്ര ലൗഡാണെങ്കിലും നമ്മുടെ ക്വയറീസിനൊക്കെ റിപ്ലൈ തരും. അപ്പോൾ ഇതിലെ ബിൽറ്റ് ഇൻ അസിസ്റ്റൻ്റ് ആണ് മെറ്റാ AI. ലാമ ലാംഗ്വേജ് മോഡൽ വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന് ശരിക്കും ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഈ പ്രോഡക്റ്റ് അൺഅവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് ഞാൻ നേരിടുന്ന മറ്റൊരു പ്രശ്നം. ഇതിലെ AIക്ക് ഒബ്ജക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്മൾ എന്താണ് കാണുന്നതെന്ന് സമ്മറൈസ് ചെയ്യാനും വെതർ ഡീറ്റെയിൽസ് തരാനും ഒക്കെ കഴിയും. പക്ഷേ ഇന്ത്യയിൽ ഈ ഫീച്ചേഴ്സ് ഒന്നും തന്നെ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇതിനോട് അതുപോലത്തെ കമാൻഡ്സ് ചോദിച്ചാലും ഐ കാൻ ഡു ദാറ്റ് ഓൺ യുവർ ഗ്ലാസസ് എന്നുള്ള റിപ്ലൈ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് എനിക്ക് ഈ ഒരു ക്ലാസ്സിൽ മിസ്സായ ഒരു വലിയൊരു സംഭവം തന്നെയാണ്. ഇനി ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഒരു സങ്കടത്തിൻ്റെ കാര്യം, അത് ഇതിൻ്റെ ട്രാൻസിഷൻ ഗ്ലാസ് കിട്ടിയില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ഒരു പോളറൈസ്ഡ് ലെൻസാണ്. ഇതല്ലാതെ ഒരു ട്രാൻസിഷൻ കൈൻഡ് ഓഫ് ഗ്ലാസ് ഉണ്ട്. നമ്മൾ വെയിലത്ത് പോകുമ്പം ഡാർക്ക് ആവുകയും നമ്മൾ ഇൻഡോർ അല്ലെങ്കിൽ വെയിലില്ലാത്ത സ്ഥലങ്ങളിൽ ചെല്ലുമ്പം ഇത് ക്ലിയർ ലെൻസ് ആവുകയും ചെയ്യുന്ന ടൈപ്പ് ട്രാൻസിഷൻ ഗ്ലാസ്സുകളുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി അത് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിത് രാത്രിയിൽ ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പം ഇരുട്ടുള്ള സ്ഥലത്തൊക്കെ ഇതും വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നാമതൊന്നും കാണത്തില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പം നമ്മൾ ലോ ലൈറ്റിൽ ക്യാമറ പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ലാത്ത സാധനമൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ ഒരു ഗ്ലാസ് വെച്ച് നമുക്ക് രാത്രി ഇത് വെച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ അതും കൂടെ മനസ്സിൽ കണ്ടേക്കുക. ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാൻസിഷൻ ഗ്ലാസ് തന്നെ നോക്കി മേടിക്കുക. ഞാൻ ഈ ഗ്ലാസ് വെച്ചുകൊണ്ട് നടക്കുമ്പോഴൊന്നും ആരും ഇതൊരു സ്മാർട്ട് ഗ്ലാസ് ആണെന്ന് തിരിച്ചറിയാറേയില്ല. ഇതിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോഴൊക്കെ ആളുകൾ നല്ല അതിശയത്തോടെയാണ് ഈ പ്രോഡക്റ്റ് നോക്കുന്നത്. അതാണ് ആക്ച്വലി മെറ്റയുടെ വിജയം എന്ന് ഞാൻ കരുതുന്നത്. കാരണം ഇത്ര സീംലെസ് ആയിട്ട് ഒരു പ്രോഡക്റ്റിലേക്ക് ഇത്രയും ടെക്നോളജി കുത്തി നിറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഇനി ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിയൽ വേൾഡ് യൂസ് കേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടെന്ന് പറയാം. ഒരു കണ്ണാടി ഉപയോഗിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം, ഹെഡ്ഫോണിന് പകരമാക്കി ഉപയോഗിക്കാം, കൂടാതെ ഒരു AI അസിസ്റ്റൻറ്റ് ഇതിലുണ്ട് എന്നൊക്കെ കേൾക്കുമ്പം ആരാണെങ്കിലും ഒന്ന് അതിശയിച്ച് പോകും. ഇപ്പോൾ സ്ഥിരമായി ടൂറ് പോകുന്നവർക്കൊക്കെ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുത്ത് മെനക്കെടാതെ അവർ കാണുന്നത് എന്താണോ അത് വളരെ ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതൊന്നെങ്കിൽ ഷട്ടർ ബട്ടണിലോ അല്ലെങ്കിൽ വോയിസ് കമാൻഡിലൂടെയോ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയും. ഇനി ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അവരുടെ വ്യൂസ് ഡയറക്റ്റ്ലി വ്യൂവേഴ്സിലേക്ക് സ്ട്രീം ചെയ്യാൻ കഴിയും. ഇനി ഇതൊന്നും വേണ്ടാത്തവർക്ക് പോലും ഒരു ഹാൻഡ്സ് ഫ്രീ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആയിട്ടും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയോ ഒക്കെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ കഴിയും. എന്നെ ഇതിൽ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം ഒരുപാട് മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പണ്ട് GoPro ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് നടക്കുമായിരുന്നു. പക്ഷേ ആ ഒരു സാധനം ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ വണ്ടിയിൽ മൗണ്ട് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു കാലതാമസം ഉണ്ടല്ലോ, ഈ സാധനം വെറുതെ നമ്മളൊരു ഗ്ലാസ് എടുത്ത് വെക്കുന്ന ലാഘവത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ കഴിയും. ഇനിയിപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ പണ്ടെടുത്ത വീഡിയോസൊക്കെ കണ്ടു നോക്കുമ്പോൾ നമ്മളെപ്പോഴും മറന്നു പോകുന്ന എന്നാൽ വളരെ ചെറുതായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടാകും. അതൊക്കെ തിരിച്ചറിയാൻ ഇതുപോലുള്ള ഡിവൈസുകൾ നമ്മളെ സഹായിക്കും. ഇനി അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ നല്ല അടിപൊളി മൊമെൻറ്റ്സ് ഒക്കെ നടക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ഫോൺ പിടിച്ച് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു റിയാക്ഷനും അതേസമയം ആ മൊമെൻറ്റിൽ നടക്കുന്ന റിയാക്ഷൻ്റെയും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ടല്ലോ. ഒരു ഡിവൈസ് ക്യാപ്ചർ ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പം അവർ ഭയങ്കര ജെനുവിൻ ആവും. അപ്പോൾ അതുപോലുള്ള വളരെ ജെനുവിൻ ആയിട്ടുള്ള ആക്ഷൻസും റിയാക്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു സാധനത്തിൽ ക്യാപ്ചർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് GoProയുടെ ഒരു റീപ്ലേസ്മെൻ്റ് ആണെന്ന് ചെറിയ രീതിയിൽ വേണേൽ പറയാം. കാര്യം മൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട, ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് ആളുകൾ പെട്ടെന്ന് മനസ്സിലാക്കത്തുമില്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം ഒരു നൈസ് ആൾട്ടർനേറ്റീവ് ആണ്. പക്ഷേ ഒരു ആക്ഷൻ ക്യാമറയുടെ അത്രയും ഫ്ലെക്സിബിലിറ്റി ഇല്ല, അതും കൂടി എടുത്തു പറയുകയാണ്. എനിക്ക് ഈ പ്രോഡക്റ്റിൽ തോന്നിയ വേറൊരു പ്രശ്നം സ്മാർട്ട് ഫോണുമായിട്ടുള്ളൊരു ഇൻറ്റഗ്രേഷനാണ്. നമ്മുടെ സ്മാർട്ട് വാച്ചൊക്കെ പോലെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഇൻറ്റഗ്രേഷൻ അല്ല ഈ ഡിവൈസിൽ മെറ്റ കൊണ്ടുവന്നിരിക്കുന്നത്. മെറ്റ കൂടുതലും അവരുടെ പ്ലാറ്റ്ഫോമിന് സപ്ലിമെൻ്ററി ആക്സസറി എന്നുള്ള രീതിയിലാണ് ഈ പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരുപാട് രീതിയിൽ ഈ പ്രോഡക്റ്റിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വളരെയധികം പൊട്ടൻഷ്യലുള്ള, വളരെയധികം പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഹാർഡ്വെയർ ആണിത്. പക്ഷേ മെറ്റ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മെറ്റ വ്യൂ ആപ്പിലേക്കുള്ളൊരു ഇൻറ്റഗ്രേഷനിൽ മുകളിലേക്ക് വേറെ സംഗതികളൊന്നും ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ മെറ്റ AIക്ക് ഒരു സിസ്റ്റം ലെവൽ ഇൻറ്റഗ്രേഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇതിനോടൊരു അലാം വെക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു റിമൈൻഡർ ഇടാൻ പറഞ്ഞാലോ ഒന്നും ചെയ്യാനുള്ളൊരു ശേഷി ഇതിനില്ല. ഇതിന് കഴിവില്ലാഞ്ഞിട്ടല്ല, ഇതിനെ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അത് പോരാനായിട്ട് നമ്മളിപ്പോൾ പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ട്രാക്ക് ഇടാൻ പറഞ്ഞാൽ നമ്മൾ അസിസ്റ്റൻറ്റിനോട് പറയുന്ന പോലെ ഇതിൽ പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് നമ്മളെ ഹാപ്പി ആക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. പിന്നെ എല്ലാവർക്കും ഉള്ള വലിയൊരു പേടിയാണ് പ്രൈവസി പ്രശ്നം. അത് ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് മെറ്റയെ ക്ഷണിച്ചു വരുത്തി കാണിച്ചു കൊടുക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. എന്തായാലും ആളുകൾ റേബാൻ സ്മാർട്ട് ഗ്ലാസ് ഏറ്റെടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. ഈ ഒരു ഏർലി അഡോപ്ഷൻ ഈ ഒരു സെഗ്മെൻറ്റിൽ കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്താനുള്ള വഴി തെളിക്കും. പുതിയ ഡിവൈസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളെന്നും
ഡെയിലി യൂസ് ചെയ്ത് വരുന്ന സാധനങ്ങളിലേക്ക് സീംലെസ് ആയി ടെക്നോളജി ഇൻറ്റഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് ഈ ഒരു സ്മാർട്ട് ഗ്ലാസും അതുപോലെ തന്നെ നമ്മൾ കയ്യിൽ ധരിക്കുന്ന സ്മാർട്ട് റിങ്ങുകളും ഒക്കെ. അപ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ടെക് മേഖലയിൽ ഈ ഒരു ഫീൽഡിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ടെക്നോളജി വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.